സഹോദരങ്ങളെ, ഷിർക്കിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ, സമസ്തയുടെ ആളുകൾ, അവർക്ക് ഏണി വെച്ച് കൊടുക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദീനിൻ്റെ നിലവിലുള്ള പിഴച്ച ആദർശത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള സമയം ചെലവഴിച്ചത്. ഇത് സംബന്ധമായിട്ട് നമുക്ക് മറുപടി പറഞ്ഞ ബഹുമാന്യനായ സുഹൃത്ത് അനസ് മുസ്ലിയാർ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ ഈ ശബ്ദം കേട്ട വ്യക്തി ഇരുട്ടത്തിന്ന് വിചാരിക്കുകയാണ്, ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസം വന്ന ഉടൻ തന്നെ ഇയാൾ എന്താ ചെയ്യണമെന്നറിയോ? സഹായം തേടുകയാണ്. ആരോട്? ജിന്നിനോട്. എന്താ സഹായം തേടുന്നത്? ജിന്നെ, എനിക്ക് വെളിച്ചം തരാമോ, എന്നെ സഹായിക്കാമോ? കണ്ടോ, എന്നെ സഹായിക്കണേ, അല്ലെങ്കിൽ എനിക്ക് വെളിച്ചം തരണേ എന്ന് ജിന്നിനോട് സഹായം തേടിയാൽ അതിൽ അഭൗതികതയില്ല, കാര്യകാരണബന്ധങ്ങൾക്കപ്പുറത്തുള്ള സഹായതേട്ടമില്ല. അതുകൊണ്ട് ആ സഹായതേട്ടം ശിർക്കല്ല. ഇത് പറയാനാണ്, ഈ വാദം ശരിയാണെന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജില്ലാ സമ്മേളനം നടത്തിയത്. അനസ് മുസ്ലിയാർ സംസാരിക്കുമ്പോൾ എന്താ അവിടെ സമർത്ഥിക്കുന്നത്? നമ്മൾ ഈ വിഷയം അദ്ദേഹം പറഞ്ഞ കാര്യം ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കണം. നമുക്കതിനെ 3 ഭാഗങ്ങളായിട്ടൊന്ന് തിരിച്ചു നോക്കുക. 3 ഭാഗങ്ങളായിട്ട്. ഒന്നാമത്തത് എന്താ? ഒരാൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. വിജനപ്രദേശത്തോ അല്ലെങ്കിൽ കൂരിരുട്ടിലോ എവിടെയാകട്ടെ ഒരു ശബ്ദം കേൾക്കുകയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ശബ്ദം കേൾക്കുകയാണ് ഒരാൾ. അതാണ് ഒന്നാമത്തെ ഭാഗം. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ രണ്ടാമത്തതോ, ആ ശബ്ദത്തിൻ്റെ ഉടമ ആരാണ് എന്നുള്ളത് ചിന്തിക്കുകയാണ്. ആ ശബ്ദത്തിൻ്റെ ഉടമ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം സങ്കല്പിച്ച് അത് ഒരു സൃഷ്ടിയാണ്, അത് ഒന്നെങ്കിൽ എന്താകാം, ജിന്നാകാം. കേട്ട വ്യക്തി ഇരുട്ടത്തിന്ന് വിചാരിക്കുകയാണ്, ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം. കേട്ട വ്യക്തി ഇരുട്ടത്തിന്ന് വിചാരിക്കുകയാണ്, ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം. ആ സൃഷ്ടിയോട് എനിക്ക് വെളിച്ചം നൽകണേ എന്ന സഹായം ചോദിക്കലാണ് മൂന്നാമത്തേത്. 3 കാര്യമാണ് അവിടെ നടക്കുന്നത്. ജിന്നായിരിക്കാം എന്ന വിശ്വാസം വന്ന ഉടൻ തന്നെ ഇയാൾ എന്താ ചെയ്യണമെന്നറിയോ? സഹായം തേടുകയാണ്. ആരോട്? ജിന്നിനോട്. എന്താ സഹായം തേടുന്നത്? ജിന്നെ, എനിക്ക് വെളിച്ചം തരാമോ, എന്നെ സഹായിക്കാമോ? ഒന്ന്, ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. 2, ആ ശബ്ദത്തിൻ്റെ ഉടമ ആരാണ് എന്നുള്ള വിഷയം അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, സങ്കല്പിക്കുന്നുണ്ട്. 3-മത്തെ കാര്യം, ആ ശബ്ദത്തിൻ്റെ ഉടമയോടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ അതിൽ ശിർക്ക് വരുന്നില്ല, അഭൗതികത വരുന്നില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ചോദ്യം വരുന്നില്ല എന്നുള്ള വിഷയം അത് സമർത്ഥിക്കാൻ തന്നെയാണ് മുജാഹിദുകൾ ഇവിടെ ആ 2-മത്തെ സെഷനിൽ സമയം ചെലവഴിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഇതിലും ലളിതമായി ഇതെങ്ങനെയാണ് ഇനി ഒരാൾക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കുക? വളരെ വ്യക്തമായി നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക സഹോദരന്മാരെ. അവിടെ ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ തൗഹീദും ഷിർക്കും എന്തെന്ന് പഠിപ്പിക്കാൻ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എഴുതിയ ആ വരികളെ സന്ദർഭത്തിൽ നടത്തി കോട്ടിമാട്ടി തെറ്റിദ്ധരിപ്പിച്ച് ഇല്ലാത്ത ഒരു വാദഗതികളിലേക്ക് വിഷയങ്ങളെ കൊണ്ടുപോയപ്പോൾ ഇവർ ചെന്ന് ആപതിച്ച അപകടകരമായ വിശ്വാസവും എത്രത്തോളം അപകടകരമാണ് എന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. ഇവിടെ ഒരു സൃഷ്ടിയുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ കേൾക്കുന്നു, ഒരു വ്യക്തിയുടെ ചെവിയിൽ കേൾക്കുന്നു. ആ വ്യക്തി ആ കേട്ട ശബ്ദം സൃഷ്ടിയുടെ ശബ്ദമാണോ അതല്ല സൃഷ്ടാവിൻ്റെ ശബ്ദമാണ് എന്നാണോ കരുതേണ്ടത്? സൃഷ്ടാവിൻ്റെ ശബ്ദം നമുക്ക് അങ്ങനെ കേൾക്കുന്ന രൂപത്തിൽ ശബ്ദമുണ്ടാക്കി സൃഷ്ടികളെപ്പോലെ നമുക്കിടയിൽ അവതരിക്കുന്ന ഒരുവനാണോ നമ്മുടെ സൃഷ്ടാവ്? ഇതൊരു അവതാര സങ്കല്പമാണ്, വാസ്തവത്തിൽ ഇത് ശിർക്കാണ് എന്ന് പറയുന്നതിലൂടെ KNM മുന്നോട്ട് വെക്കുന്നത്. ഒരിക്കലും അള്ളാഹു സൃഷ്ടികളുടെ ചെവിയിൽ കേൾക്കുന്ന രൂപത്തിൽ, അഥവാ മനുഷ്യനെന്ന സൃഷ്ടിയുടെ ചെവിയിൽ കേൾക്കുന്ന രൂപത്തിൽ, കാണുന്ന രൂപത്തിൽ അവതരിച്ചുകൊണ്ട് നമുക്കിടയിൽ പ്രത്യക്ഷപ്പെടുക എന്നത് ഒരിക്കലും ഉണ്ടാവില്ല. ഇത് ഇസ്ലാമികമായി അള്ളാഹുവിനെക്കുറിച്ച് വിശ്വസിക്കേണ്ട മുറപ്രകാരമുള്ള വിശ്വാസമേ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ കേട്ട ആ ശബ്ദത്തിൻ്റെ ഉടമ ആരാണ് എന്നാണ് നമ്മൾ കരുതേണ്ടത്? മനുഷ്യനാണെന്ന് കരുതാം. എന്നാൽ മനുഷ്യനാണെന്ന് കരുതുന്നതിന് പകരം ഒരാൾ ജിന്നാണെന്ന് കരുതി അവിടെ ആ ശബ്ദം പുറപ്പെടുവിച്ച വ്യക്തിയോട്, ശക്തിയോട്
മനുഷ്യരുടെ കൈക്ക് സാധിപ്പിച്ച് കിട്ടേണ്ട ഒരു മെഴുകുതിരിക്ക് വേണ്ടി, ഒരു ടോർച്ചിന് വേണ്ടി, ഒരു ലൈറ്റിന് വേണ്ടി, ഒരു വെളിച്ചത്തിന് വേണ്ടി ആവശ്യപ്പെട്ടാൽ അത് എങ്ങനെയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കലാവുക? അവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒന്നും അവിടെ ഇല്ല എന്ന് ജബ്ബാർ മൗലവി സമൂഹത്തെ പഠിപ്പിച്ചു. വ്യക്തമായി തൗഹീദിൻ്റെ കൃത്യമായ ആദർശം പഠിപ്പിക്കുകയാണ് ജബ്ബാർ മൗലവി ചെയ്തത്. എന്നാൽ അതിനെ സന്ദർഭത്തിൽ നടത്തി കോട്ടിമാട്ടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ ആളുകൾക്കിടയിൽ ഇല്ലാത്ത ഒരുപാട് കുപ്രചരണങ്ങൾ അടിച്ചുവിട്ട് ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ പ്രബോധകരും പ്രവർത്തകരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വലിയ അപകടത്തിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ ശബ്ദമുണ്ടാക്കിയ വ്യക്തി ശക്തി അള്ളാഹുവാണ് എന്ന് കരുതിയാലും യാതൊരു കുഴപ്പവുമില്ല. മറിച്ച് ജിന്നാണ് എന്നൊരാൾ സങ്കല്പിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാകും എന്ന് വരെ വാദിക്കുന്നിടത്ത് KNM പ്രവർത്തകർ എത്തി. സഹോദരന്മാരെ, എന്തുമാത്രം വലിയ അപകടമാണത്! കാരണം ഈ ജിന്ന് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ സൂക്ഷ്മ നിരീക്ഷണ യന്ത്രങ്ങൾ കൊണ്ടോ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത കാര്യമാണ് എന്ന് കൂടപ്പുറം പറയുകയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹുവോ അങ്ങനെ സൂക്ഷ്മ നിരീക്ഷണ യന്ത്രങ്ങൾ കൊണ്ടോ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ കാണാനും കേൾക്കാനും തൊടാനും അറിയാനും പിടിക്കാനും കഴിയുന്ന രൂപത്തിൽ നമുക്ക് സൂക്ഷ്മ നിരീക്ഷണ യന്ത്രങ്ങൾ കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതാണോ? എന്തുമാത്രം വലിയ അബദ്ധജടിലമായ വിശ്വാസത്തിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ടാക്കിയിരുന്ന പുകമറ ഇതാ നീങ്ങിയിരിക്കുന്നു. ആളുകൾക്ക് കൃത്യമായി മനസ്സിലാകുന്ന രൂപത്തിൽ ഇതാ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം, ഒരിക്കലും ആ ശബ്ദമുണ്ടാക്കിയ വ്യക്തി ശക്തി അള്ളാഹുവാണെന്ന് സങ്കല്പിക്കാനോ അള്ളാഹുവാണെന്ന് കരുതി ഒരു മെഴുകുതിരി ചോദിക്കാൻ മനുഷ്യരുടെ കൈക്ക് സാധിപ്പിച്ചു കിട്ടേണ്ട കാര്യം മനുഷ്യനോടല്ലാതെ അള്ളാഹുവിനോട് ആ വിഷയത്തിൽ കാര്യകാരണബദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കൽ, അള്ളാഹുവിനെ പരിഹസിക്കലും സൃഷ്ടികളിലേക്ക് ഇകഴ്ത്തലും അത് കുഫറുമാകുന്നു എന്ന് അനസ് മുസ്ലിയാർ തന്നെ മറ്റൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. അത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ കുഫറാകുന്നത് എങ്ങനെയാണ്? മറ്റുള്ള സൃഷ്ടികളോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കലാവുക. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഇബാദത്താകുന്നതല്ലേ മറ്റു സൃഷ്ടികളോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കലാവുക എന്ന അടിസ്ഥാന തത്വം പോലും ഇവിടെ കാറ്റിൽ പറത്തുകയാണ് വാസ്തവത്തിൽ KNM ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക സഹോദരന്മാരെ. എന്നാ പടച്ചോട് ചായ കൊണ്ടുവരൂ എന്ന് പറയാൻ പറ്റുമോ? അല്ല എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ 2 ഗ്ലാസ് ചായ ഇന്ന് ഓർഡർ ചെയ്യാൻ പറ്റുമോ? കാഫറായി പോകും. കാരണം ഇത് മനുഷ്യർക്കല്ല കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യേണ്ട കാര്യമാണ്, അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നാ പടച്ചോട് ചായ കൊണ്ടുവരൂ എന്ന് പറയാൻ പറ്റുമോ? അല്ല എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ 2 ഗ്ലാസ് ചായ ഇന്ന് ഓർഡർ ചെയ്യാൻ പറ്റുമോ? കാഫറായി പോകും. കാരണം ഇത് മനുഷ്യർക്കല്ല കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യേണ്ട കാര്യമാണ്, അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സഹോദരന്മാരെ, കാര്യം വളരെ വ്യക്തമാണ്. ചായ ചോദിക്കുമ്പോൾ പടച്ചവനോട് 2 ഗ്ലാസ് ചായ എന്ന് പറഞ്ഞാൽ കാഫറായി പോകും. ഇത് ഇപ്പോൾ ആരാ പറയുന്നത്? അനസ് മുസ്ലിയാർ. അപ്പോൾ ഈ ചായ ചോദിക്കുന്നത് പോലെ ഒരു പെട്രോൾ മാക്സോ ലൈറ്റോ ടോർച്ചോ പിന്നെ വേറെ എന്തെങ്കിലും മെഴുത്തിരിയോ തീപ്പെട്ടിയോ ഒക്കെ ചോദിച്ചാൽ, ഒരു പെട്രോൾ മാക്സോ ഒക്കെ ചോദിച്ചാൽ കാഫറായി പോവും. അള്ളാഹിനോട് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ശബ്ദം കേട്ടാൽ ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹു ആണെന്ന് കരുതിയിട്ട് അള്ളാഹുവേ എനിക്കൊരു പെട്രോൾ മാക്സിൽ ഒരു ലൈറ്റും ടോർച്ചും താ എന്ന് ആവശ്യപ്പെട്ടാൽ അവൻ കാഫറായി പോവും. അവിടെ മനുഷ്യനാണെന്ന് കരുതി മനുഷ്യനോട് ചോദിക്കേണ്ട കാര്യം, ആരെങ്കിലും ഒരാൾ അവിടെ മനുഷ്യനോട് ചോദിക്കേണ്ട കാര്യം മനുഷ്യേതര സൃഷ്ടിയായ ഒരു ജിന്നിനോടോ ചോദിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയില്ല. കാരണം അള്ളാഹുവിലേക്ക് പോകാൻ പാടില്ലാത്ത ചോദ്യമാണിത്. ഇത് വളരെ വ്യക്തമായി നമുക്ക് ഏവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ സഹോദരന്മാരെ? എന്തിനാണ് ഇതിന് ആവശ്യമില്ലാതെ തർക്കിച്ച് ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ തൗഹീദിൽ പോലും മായം ചേർത്ത് കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കുന്നത്? അള്ളാഹുവിൻ്റെ ഏകത്വം അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ലാത്തൊരു കാര്യം അള്ളാഹുവിലേക്ക് ചേർത്തി പറയണമെന്ന് വാദിക്കുക വഴി വളരെ അപകടം പിടിച്ച വാദഗതികളിലേക്കല്ലേ ഈ KNM പ്രവർത്തകർ പോയിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, കാര്യങ്ങൾ സത്യം പോലെ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.